മനസ്സ് ധന്യമല്ലെങ്കിൽ ഒരാൾക്ക് സമ്പാദ്യമുള്ളത് കൊണ്ടോ ജോലിയുള്ളത് കൊണ്ടോ വീടുള്ളത് കൊണ്ടോ അയാൾക്ക് ആശ്വാസം ലഭിച്ചു കൊള്ളണമെന്നില്ല. ഒരാൾ ഉള്ള വ്യക്തി അയാൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് ബോധ്യമില്ലെങ്കിൽ അയാൾ ഫക്കീറിനെ പോലെയാണ്. കാരണം ഒന്നും ലഭിച്ചിട്ടില്ല എന്ന അവസ്ഥയിലാണ് അയാളുള്ളത്. ജോലിയും വീടും കുടുംബവും എല്ലാം ഉണ്ടായിട്ടും ആധികളായി ആശങ്കകളായിട്ട് മുന്നോട്ട് പോകുന്നവർക്ക് സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു ഖനാഅത്തില്ലായ്മയാണ്, ഈ നന്ദിയുള്ള മനസ്സില്ലായ്മയാണ്. എനിക്ക് എന്ത് നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുന്നതിന് പകരം എനിക്ക് എന്ത് ലഭിച്ചു എന്ന് ചിന്തിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ശുക്രിന്റെ മനസ്സുണ്ടാകാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നത്. മുകളിലേക്കുള്ള നോട്ടവും അതുപോലെ തന്നെ പൊതുവായിട്ട് നമ്മുടെ ചുറ്റുപാടും ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പൊതുബോധം, ഏറ്റവും നല്ല ലക്ഷോറിയസ് ലൈഫ് ഉണ്ടായിരിക്കണം, എന്നാലാണ് ഒരാൾ ഹാപ്പി ആയിരിക്കുക എന്നിത്യാദിയുള്ള പൊതുബോധത്തിൻ്റെയും ഇൻഫ്ലുവൻസ് നമ്മെയും ബാധിച്ചിട്ട് അസ്വസ്ഥമായി ജീവിക്കുകയാണ് പലപ്പോഴും നമ്മളിൽ അധികം ആളുകളും. വർദ്ദ ബിമാ ഖസമ അല്ലാഹു ലക് തകുൻ അഗ്നന്നാസ്. പടച്ചറബ് നിനക്ക് വീതം വെച്ച് നൽകിയത് എന്താണോ നീ അതിൽ തൃപ്തിപ്പെട്ട് മുന്നോട്ട് പോയാൽ ഏറ്റവും നല്ല ധനികൻ നീയായിരിക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ആ ഒരു ബോധവും ആ ഒരു ചിന്തയും നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കുകയും നമ്മൾ നമ്മുടെ നിലപാടിൽ ഉറച്ചു മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടതുണ്ട്. അവസാന കാലഘട്ടമാകുമ്പോൾ ആളുകൾ ഈ ദീനിനെയും അതിൻ്റെ ഐഡന്റിറ്റിയെയും എല്ലാം വലിച്ചെറിഞ്ഞു പോകുന്ന, എല്ലാവരും ഒരുമിച്ച് ഒഴുകിപ്പോകുന്ന മഴവെള്ളപ്പാച്ചിലെ ചപ്പുചവറുകൾക്ക് സമാനമായി മാറുന്ന കാലഘട്ടം ഉണ്ടാകുമെന്നും അന്നും ആദർശത്തെ മുറുകെ പിടിച്ച് പ്രതിസന്ധികളെ തരണം ചെയ്ത് തൻ്റെ സൃഷ്ടാവിനോടുള്ള കടപ്പാടുകൾ, അവൻ പടപ്പുകളിൽ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ അത് മനോഹരമായി നിർവഹിച്ച് മുന്നോട്ട് പോകുന്ന ചില നല്ല മനുഷ്യന്മാരുണ്ടായിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം നമ്മളിവിടെ ചേർത്ത് വെക്കുമ്പോൾ ആ ഒരു പ്രൗഢിയുള്ള, ആ ഒരു ഐഡന്റിറ്റിയുള്ള, ആ ഒരു മനോധൈര്യമുള്ള, ആ ഒരു തൃപ്തിയുള്ള, ആ ഒരു ശുക്റുള്ള മനുഷ്യനായി നമുക്ക് മാറാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നാം ആയിരിക്കും ഏറ്റവും നല്ല ഹാപ്പിയസ്റ്റ് ലൈഫ് നയിക്കുന്നത് എന്ന് സംശയമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും.